നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിന്റെ വികസന കുതിപ്പിന് പുതിയ പ്രതീക്ഷ പകർന്ന് അമേരിക്കൻ നഗരമായ ടെക്സസിലെ മിസോറി സിറ്റിയുമായി സഹോദര നഗരബന്ധം സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ചർച്ചകൾക്ക് തുടക്കമായി. തിരുവനന്തപുരം മേയർ വി രാജേഷും മിസോറി സിറ്റി മേയർ റോബിൻ ഇലക്കാട്ടും തമ്മിൽ ഹൂസ്റ്റണിൽ വെച്ചാണ് ഇത് സംബന്ധിച്ച് നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. തിരുവനന്തപുരം അഭിമുഖീകരിക്കുന്ന രൂക്ഷമായ തെരുവുനായ ശല്യവും മാലിന്യ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുൾപ്പെടെ വഴി തുറക്കുന്നതാണ് പുതിയ സഹകരണ നീക്കം. ഹൂസ്റ്റൺ മെട്രോപൊളിറ്റൻ മേഖലയിൽ അതിവേഗം വളരുന്ന നഗരങ്ങളിലൊന്നാണ് മിസോറി സിറ്റി. മികച്ച നഗരാസൂത്രണം, ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ, ഗുണമേന്മയുള്ള പൊതുസേവനങ്ങൾ എന്നിവ കൊണ്ട് ശ്രദ്ധേയമായ ഈ നഗരം അമേരിക്കയിലെ മലയാളി സമൂഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ്. ഭരണ മികവിലൂടെ ശ്രദ്ധേയനായ മേയർ റോബിൻ ഇലക്കാട്ടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന മാതൃകകൾ തിരുവനന്തപുരത്തിനും വലിയ ഗുണകരമാകും എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. മലയാളിയാണ് റോബിൻ ഇലക്കാട്ടും. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണപരമായ പ്രതിസന്ധികളും തർക്കങ്ങളും നയതന്ത്ര തലത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനിടെയാണ് വികസന തലത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മേയർ വി രാജേഷിന്റെ അമേരിക്കൻ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. തിരുവനന്തപുരത്തിന്റെ വികസന പാതയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഈ വിദേശ സന്ദർശനത്തിനും പുതിയ കരാറുകൾക്കും സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് അധികൃതർ. തിരുവനന്തപുരം നഗരവും അമേരിക്കയിലെ പ്രധാന നഗരങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും നഗരവികസനത്തിലെ മികച്ച മാതൃകകൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിനും പുതിയ സഹകരണ അവസരങ്ങൾ കണ്ടെത്തുന്നതിനും ഈ കൂടിക്കാഴ്ചകൾ സഹായകമാകുമെന്നാണ് മേയർ വി രാജേഷ് പറയുന്നത്. ഇരു നഗരങ്ങളെയും വളർച്ചയ്ക്കും ജനക്ഷേമത്തിനും സഹായകമായ വിവിധ സഹകരണ സാധ്യതകളാണ് മേയർ തല ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്നത്. അടിസ്ഥാന സൗകര്യ വികസനം, പൊതുസേവനങ്ങൾ, നിക്ഷേപ വ്യാപാര അവസരങ്ങൾ, തദ്ദേശ ഭരണ മികവ് എന്നിവയ്ക്ക് പുറമെ ആധുനിക സാങ്കേതിക വിദ്യയായ നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള നഗരവികസനവും ചർച്ചയായി. മാലിന്യ സംസ്കരണത്തിലും പുനരുപയോഗത്തിലും മിസോറി സിറ്റി കൈവരിച്ച വൻ മുന്നേറ്റത്തെക്കുറിച്ച് മേയർ റോബിൻ ഇലക്കാട്ട് വിശദീകരിച്ചു. ആധുനിക മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും നഗര ശുചിത്വ പദ്ധതികളും തിരുവനന്തപുരത്ത് എപ്രകാരം നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ചും ചർച്ച നടന്നു. മാലിന്യ സംസ്കരണ കമ്പനിയുടെ പ്രതിനിധികളും മിസോറി നഗര ഭരണകൂടത്തിലെ പ്രമുഖ അംഗങ്ങളും ഈ കൂടിക്കാഴ്ചയിലും പങ്കെടുത്തു. തിരുവനന്തപുരം നഗരവാസികളെ ഏറെ വലയ്ക്കുന്ന തെരുവുനായ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മിസോറി സിറ്റിയുടെ മൃഗസംരക്ഷണ മാതൃകകൾ സഹായകരമാകും. തെരുവുനായ്ക്കളുടെ സംരക്ഷണത്തിനും നിയന്ത്രണത്തിനുമായി മിസോറിയിൽ സ്വീകരിച്ചിട്ടുള്ള ശാസ്ത്രീയ നടപടികളെക്കുറിച്ച് റോബിൻ ഇലക്കാട്ട് വിശദീകരിച്ചു. തുടർന്ന് നഗരത്തിലെ അത്യാധുനിക മൃഗസംരക്ഷണ കേന്ദ്രങ്ങളും മേയർ വി രാജേഷ് നേരിട്ട് സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ സ്മാർട്ട് സിറ്റി ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനും തിരുവനന്തപുരത്തേക്ക് കൂടുതൽ ആഗോള നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും ഈ ബന്ധം വഴി തുറക്കും. ടെക്നോപാർക്ക് ഉൾപ്പെടെയുള്ള വിവരസാങ്കേതിക കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്തിന് മിസോറി സിറ്റിയുമായുള്ള സാങ്കേതിക സഹകരണം വികസന കുതിപ്പിൽ പുതിയ നാഴികക്കല്ലാകും. നഗരവികസനം, സാങ്കേതിക വിദ്യ, മാലിന്യ സംസ്കരണം, പൊതുസേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ തിരുവനന്തപുരത്തെ സ്ഥിതിഗതികൾ നേരിട്ട് പഠിക്കുന്നതിനും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായി മിസോറി സിറ്റിയിൽ നിന്നുള്ള ഒരു ഔദ്യോഗിക പ്രതിനിധി സംഘം ഉടൻ തന്നെ തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തും. ഇതിനുള്ള പ്രാഥമിക തീയതികൾ ഉടൻ തീരുമാനിക്കും. അമേരിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി സ്റ്റാഫോർഡ് മേയർ കെൻ മാത്യുവുമായും മേയർ വി രാജേഷ് കൂടിക്കാഴ്ച നടത്തി.